ഹരി ഓം. ഡിവൈൻ വ്ലോഗ്സ് വിത്ത് ഇന്ദുവിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ 120 ശ്ലോകങ്ങളുടെ സാമാന്യാർത്ഥം നമ്മൾ മനസ്സിലാക്കി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി 121 ശ്ലോകം മുതലൊന്ന് നോക്കാം. ഓം ശ്രീ മഹാദേവേ നമഃ. ദരാന്തോളിത ദീർഘാക്ഷി ദരഹാസോജ്വലന്മുഖി. ദര ആന്തോളിത ദീർഘ അക്ഷി, അതായത് മന്ദമായി ഇളകുന്ന നീണ്ട കണ്ണുകളുള്ള ദേവി. ദരഹാസോജ്വലന്മുഖി, അതായത് പുഞ്ചിരിയാൽ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടിയ ദേവി. അതാണ് ദരാന്തോളിത ദീർഘാക്ഷി ദരഹാസോജ്വലന്മുഖി. അടുത്തത് ഗുരുമൂർത്തിർ ഗുണനിധിർ ഗോമാത ഗുഹജന്മഭൂ. ഗുരുമൂർത്തി, അത് ഗുരുരൂപിണിയായ ദേവി. അജ്ഞാനത്തെ അകറ്റി ആത്മജ്ഞാനം നൽകുന്ന ദേവിയാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ദേവിയെ ഉപാസിച്ചാൽ നമ്മൾ ഭക്തർക്കും ദേവി നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ അകറ്റി ജ്ഞാനം നൽകുന്നു. അതാണ് ഗുരുമൂർത്തി. ഗുണനിധി, അതായത് സദ്ഗുണങ്ങളുടെ ഒക്കെ ഇരിപ്പിടമായിരിക്കുന്ന ദേവി ഗുണനിധി. ഗോമാത, അതായത് ഗോമാത, സുരഭി തുടങ്ങിയ ദിവ്യ പശുക്കളുടെ അമ്മ എന്ന് ഒരർത്ഥം ഗോമാതായ്ക്ക്. പിന്നെ ഗോകുലത്തിന് മാതാവായ ദേവി എന്നും അർത്ഥമുണ്ട്. അതാണ് ഗോമാത. ഗുഹജന്മഭൂ, ഗുഹജന്മഭൂ, അത് ഗുഹനാരാണ്? സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യൻ്റെ അമ്മയായ ദേവി, അതാണ് ഗുഹജന്മഭൂ. ഗുരുമൂർത്തിർ ഗുണനിധിർ ഗോമാത ഗുഹജന്മഭൂ. അടുത്തത് ദേവേശി ദണ്ഡനീതിസ്ഥ ദഹരാകാശരൂപിണി. ദേവേശി, ദേവന്മാർക്ക് ഈശ്വരിയായ ദേവി, അതായത് ദേവന്മാരെ രക്ഷിക്കുന്നവൾ എന്നർത്ഥം. ദണ്ഡനീതിസ്ഥ, ദണ്ഡം എന്ന് വെച്ചാൽ കണിശമായ നീതിയിൽ വർത്തിക്കുന്ന ദേവി. ദഹരാകാശരൂപിണി, ദഹരാകാശം എന്ന് വെച്ചാൽ ഹൃദയാകാശം, സൂക്ഷ്മമായ ഹൃദയാകാശത്തിൻ്റെ രൂപത്തിലുള്ള ദേവി. അതാണ് ദേവേശി ദണ്ഡനീതിസ്ഥ ദഹരാകാശരൂപിണി. അടുത്തത് പ്രതിപന്മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത. പ്രതിപന്മുഖ്യരാകാന്ത, അതായത് പ്രതിപദം മുതൽ, അമാവാസി കഴിഞ്ഞു വരുന്ന തിഥിയാണ് പ്രതിപദം. ആ പ്രതിപദം മുതൽ പൗർണമി വരെയുള്ള തിഥിമണ്ഡലത്തിൽ പൂജിക്കപ്പെടുന്ന ദേവി. പ്രതിപദം മുതൽ ഓരോ തിഥിയിലും ദേവിയെ ഓരോ നാമത്തിൽ പൂജിക്കുമെന്ന് തന്ത്രങ്ങളിൽ പറയുന്നു. ഈ 15 തിഥികളുടെ അധിദേവതകളായ നിത്യാദേവതകളെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. അതാണ് അങ്ങനെ ആ പൗർണമി വരെയുള്ള തിഥിമണ്ഡലത്തിൽ പൂജിക്കപ്പെടുന്ന ദേവി പ്രതിപന്മുഖ്യരാകാന്ത തിഥിമണ്ഡല പൂജിത. അടുത്തത് കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി. കലാത്മിക, അതായത് കലാസ്വരൂപിണിയായ ദേവി. 64 കലകളുടെ കാര്യം നമ്മൾ പറഞ്ഞു, അതാണ് കലാസ്വരൂപിണി. പിന്നെ ചന്ദ്രകലകൾ 16, സൂര്യകലകൾ 12, അഗ്നികലകൾ 10, അങ്ങനെയൊക്കെയുള്ള, അതാണ് കലാസ്വരൂപിണിയായ ദേവി കലാത്മിക. കലാനാഥ, കലകളുടെ അധീശ്വരിയായ ദേവി. ചന്ദ്രമണ്ഡലം ശ്രീചക്രസ്വരൂപമായതുകൊണ്ട് ചന്ദ്രരൂപിണി എന്നും ഒരർത്ഥമുണ്ട്. അതാണ് കലാനാഥ. കാവ്യ ആലാപ വിനോദിനി, അതായത് കാവ്യപാരായണത്തിൽ സന്തോഷിക്കുന്ന ദേവി. അതാണ് കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി. അടുത്തത് സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത. സചാമര, ചാമരം വീശുന്ന, രമാവാണി, രമ മഹാലക്ഷ്മി, വാണി സരസ്വതി ദേവി. സവ്യദക്ഷിണ, സവ്യം എന്ന് വെച്ചാൽ ഇടത്, ദക്ഷിണം എന്ന് വെച്ചാൽ വലത്, അതായത് ഇരുവശത്ത് നിന്നും ചാമരം വീശുന്ന ലക്ഷ്മി സരസ്വതി ദേവിമാരാൽ സേവിക്കപ്പെടുന്ന ദേവി. അതാണ് സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത. അടുത്തത് ആദിശക്തിരമേയാത്മാ പരമാ പാവനാകൃതി. ആദിശക്തി, ആദിശക്തിയായ ദേവി, പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവത്തിന് കാരണമായതുകൊണ്ട് ദേവിയെ ആദിശക്തി എന്നാണ് പറയുന്നത്. ആദിശക്തി. അമേയ, അമേയ എന്ന് വെച്ചാൽ അളക്കാനാവാത്ത ദേവി, അതാണ് അമേയ. ആത്മാ, ആത്മാ എന്ന് വെച്ചാൽ ആത്മാവായ ദേവി. എല്ലാ ജീവാത്മാക്കളും പരമാത്മാവിൻ്റെ അംശങ്ങളാണ്. ദേവി
പരമാത്മാവും ജീവാത്മാവും ആണ് എന്നാണ് പറയുന്നത്. അതാണ് ആത്മാ പരമാപാവനാകൃതി. അതാണ് പരമസത്യമായ ദേവി, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മത്തെ ദേവിയിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നു. അതാണ് പാവന ആകൃതി, അതായത് പാവനമായ രൂപമുള്ള ദേവി. ദേവിയുടെ രൂപവും ചരിതവും അതിപാവനമാണ് എന്നർത്ഥം. അതാണ് ആദിശക്തിരമേയാത്മാ പരമാ പാവനാകൃതി. അടുത്തത് അനേക കോടി ബ്രഹ്മാണ്ട ജനനി ദിവ്യവിഗ്രഹ. അനേക കോടി ബ്രഹ്മാണ്ട ജനനി, അനേകം കോടി ബ്രഹ്മാണ്ടങ്ങളുടെ അമ്മയായ ദേവി. ദിവ്യവിഗ്രഹ, ദിവ്യവിഗ്രഹ എന്ന് വെച്ചാൽ ദിവ്യമായ ദിവ്യരൂപമുള്ള ദേവി, ദിവ്യമായ ശരീരത്തോടു കൂടിയ ദേവി. അതാണ് അനേക കോടി ബ്രഹ്മാണ്ട ജനനി ദിവ്യവിഗ്രഹ. അടുത്തത് ക്ലീംകാരി കേവല ഗുഹ്യ കൈവല്യപദദായിനി. ക്ലീംകാരി, ക്ലീം എന്ന മന്ത്രത്തിൻ്റെ രൂപത്തിലുള്ള ദേവി. ക്ലീം എന്ന മന്ത്രത്തെ സൃഷ്ടിച്ചവൾ എന്നർത്ഥം. കേവല, അതായത് കേവല തത്വമായ ദേവി, ബ്രഹ്മസ്വരൂപിണിയായവൾ എന്നർത്ഥം. അതാണ് കേവല. ഗുഹ്യ, ഗുഹ്യ എന്ന് വെച്ചാൽ അതീവ രഹസ്യയായ ദേവി. അതാണ് ഗുഹ്യ. കൈവല്യപദദായിനി, കൈവല്യപദം അതായത് മുക്തി, മോക്ഷം അതൊക്കെ നൽകുന്ന ദേവി, കൈവല്യപദദായിനി. അപ്പോൾ ക്ലേംകാരി, കേവല, ഗുഹ്യ, കൈവല്യപദദായിനി. അടുത്തത് ത്രിപുര ത്രിജഗത് വന്ദ്യ ത്രിമൂർത്തി ത്രിദശേശ്വരി. ത്രിപുര, ത്രിമൂർത്തികൾക്കും മുമ്പുള്ള ദേവി എന്ന് ഒരർത്ഥമുണ്ട് ത്രിപുരയ്ക്ക്. പിന്നെ 3 പുരങ്ങൾ എന്ന് പറയുന്നത് നാഡികളെ വെച്ച് നോക്കിയാൽ ഇട, പിങ്കള, സുഷുമ്ന എന്നീ നാഡികളെ 3 പുരങ്ങൾ എന്ന് പറയുന്നു. പിന്നെ സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം അതിനെയും ത്രിപുരം എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് ത്രിപുര എന്നാൽ ത്രിമൂർത്തികൾക്കും മുമ്പുള്ള ദേവിയാണ് ത്രിപുര. ത്രിജഗത് വന്ദ്യ, ത്രിജഗത് അതായത് 3 ജഗത്തിനും 3 ലോകങ്ങൾക്കും ആരാധ്യയായ വന്ദ്യയായ ദേവി, 3 ലോകങ്ങൾക്കും ആരാധ്യയായ ദേവി. ത്രിമൂർത്തി, നമുക്കറിയാം ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ എന്നീ ത്രിമൂർത്തികളുടെയും അവരുടെ ശക്തികളുടെയും രൂപത്തിലുള്ള ദേവി. അതാണ് ത്രിമൂർത്തി. ത്രിദശേശ്വരി, ത്രിദശന്മാർക്ക് ഈശ്വരിയായവർ. ത്രിദശന്മാർ ആരാണ്? ദേവന്മാർ. അവരെ ത്രിദശന്മാർ എന്ന് പറയാൻ കാരണം സാധാരണ 4 ദശകളാണ് ഉള്ളത്: ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. പക്ഷേ ദേവന്മാർക്ക് 3 ദശകളേ ഉള്ളൂ, അവർക്ക് വാർദ്ധക്യം ഇല്ല. ബാല്യം, കൗമാരം, യൗവനം, അങ്ങനെ യൗവനം വരെ ഉള്ളൂ. അതുകൊണ്ടാണ് അവരെ ത്രിദശന്മാർ എന്ന് ദേവന്മാരെ പറയുന്നത്. അങ്ങനെയുള്ള ത്രിദശന്മാർക്കും ഈശ്വരിയായ ദേവി ത്രിദശേശ്വരി. ത്രിപുര, ത്രിജഗത് വന്ദ്യ, ത്രിമൂർത്തി, ത്രിദശേശ്വരി. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. എല്ലാവർക്കും സമയക്കുറവ് കാണും എന്ന് കരുതിയാണ് ഓരോ വീഡിയോയും 5 ശ്ലോകങ്ങൾ വീതം ഇടാമെന്ന് വിചാരിക്കുന്നത്. എന്തഭിപ്രായമുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ മടിക്കേണ്ട. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഹരിയം.